രാജ്യത്തെ ഏറ്റവും മികച്ച നടൻ നരേന്ദ്രമോദിയാണെന്ന പ്രശസ്ത നടനും ആക്ടിവിസ്റ്റുമായ പ്രകാശ് രാജ്. നിർമ്മാണം പൂർത്തിയാകാത്ത ഒരു ക്ഷേത്രം തുറന്നുകൊടുത്ത ലോകത്തെ ആദ്യത്തെയാളാണ് നരേന്ദ്രമോദിയെന്നും പ്രകാശ് രാജ് പറഞ്ഞു. തൃശൂരിൽ നടക്കുന്ന സാർവദേശീയ സാഹിത്യോത്സവത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വലതുപക്ഷ ഫാസിസ്റ്റുകൾ സ്വയം ശക്തരല്ലെന്നും നമ്മുടെ ഭയമാണ് അവരുടെ ശക്തിയായി മാറുന്നതെന്നും പ്രകാശ് രാജ് പറഞ്ഞു. തൃശൂരിൽ നടക്കുന്ന സാർവദേശീയ സാഹിത്യോത്സവത്തിലെ കലയും ജനാധിപത്യവും എന്ന വിഷയത്തിൽ നടന്ന സംവാദത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പള്ളികൾ കുഴിച്ചാൽ അമ്പലം കണ്ടെത്താൻ കഴിയുമെങ്കിൽ അമ്പലങ്ങൾ കുഴിച്ചാൽ ബുദ്ധനെ കിട്ടുമെന്നും പ്രകാശ് രാജ് പറഞ്ഞു. Look how they change their narratives. So it is very important with every narrative we do. So today let us make it one. We have no time for gods. Today we have reached a situation when you see a saffron flag, you are afraid. You are afraid. There is a sense of, like coronavirus, fear is a national disease. How long will you let this? Fear can't be a national disease, no? Why talk? No. Raise your voices. That is the only narrative which is going to work today. ഇന്ത്യൻ ജനതയെ ശിലായുഗത്തിലേക്ക് കൊണ്ടുപോകണമെന്നാണ് മോദിയുടെ ആഗ്രഹം. പലരുടെയും യഥാർത്ഥ രൂപം വ്യക്തമാക്കാൻ വഴിയൊരുക്കിയത് മോഡി സർക്കാരാണ്. തോൽക്കാൻ തയ്യാറായാലും നമ്മൾ പോരാടിക്കൊണ്ടേയിരിക്കണം. പോരാട്ടം തുടരാതെ വേറെ വഴിയില്ലെന്നും പ്രകാശ് രാജ് പറഞ്ഞു. കശ്മീർ ഫയൽസിന് ദേശീയ അവാർഡ് കിട്ടുന്നതും ജയ് ഭീമിന് ദേശീയ അവാർഡ് കിട്ടാത്തതും പ്രൊപ്പഗണ്ടയാണ്. കേരളത്തിലായതുകൊണ്ടാണ് തനിക്ക് സംസാരിക്കാൻ വേദി ലഭിക്കുന്നതും താൻ പറയുന്നത് വൈറലായി ലോകം മുഴുവൻ കേൾക്കുന്നതെന്നും പ്രകാശ് രാജ് പറഞ്ഞു. ഗോഡ്സ് ഓൺ കൺട്രിയിൽ രാഷ്ട്രീയത്തിൽ ദൈവമില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൈരളി ന്യൂസ്, തൃശൂർ.